സ്കൂൾ ഓഫ് തോട്ടുകൾക്കൊക്കെ ഓരോ രീതികളുണ്ട്. അപ്പോൾ ഇത് അതേപോലെ തന്നെ പല ഹദീസുകളിൽ നിന്ന് വന്ന നടപടിക്രമങ്ങളുണ്ട്. ഇതിനൊക്കെ തന്നെ വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ ഒരു വിവരമുള്ള ഒരാളവിടെ പോകുമ്പോഴാണ് അത് ശരിയാണ് അത് ശരിയല്ലെന്ന് പറയാൻ കഴിയുക. അല്ലാത്ത ആളുകൾ വന്നാൽ ഇപ്പം എന്താ കുഴപ്പം? വഖഫായി കിട്ടിയൊരു സ്വത്ത് അത് കൈകാര്യം ചെയ്യണം, അത് വഖഫായി നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് വഖഫിൽ എന്താണോ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്, ഒരാൾ വഖഫ് ചെയ്യുമ്പോൾ എന്താണോ ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് നടപ്പാക്കി കൊടുക്കണം. അതിപ്പോൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ആര് വന്നാൽ എന്താണ് കുഴപ്പം? ഒരു പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്, ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്, അവിടൊക്കെ ആർക്കും പോവാം. ദൈവം എന്ന് പറഞ്ഞാൽ പല നാമത്തിലുള്ളതാണെങ്കിൽ പോവാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാദിക്കാം. പക്ഷേ ഓരോ പ്രദേശത്തും ഓരോ രാജ്യത്തും ദൈവങ്ങൾക്കൊക്കെ തന്നെ ഓരോ സെക്ടറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് അംഗീകൃത മതങ്ങൾ. അംഗീകൃത മതങ്ങൾക്ക് ഒരു നിയമത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് ഈ അവകാശവാദം. സ്വാഗതം അതർ വ്യൂവിലേക്ക്. ഈ ലക്കത്തിൽ നമുക്കൊപ്പം ഉള്ളത് കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീറാണ്. ഒരു തവണ അതർ വ്യൂവിൽ അദ്ദേഹം നേരത്തെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നൊരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയും അത് സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിടുകയും ചെയ്തിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ അതർ വ്യൂവിൽ അതിഥിയായിട്ട് എത്തുന്നത്. സ്വാഗതം. നമ്മളിത് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു സംസാരിക്കുമ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല് സംബന്ധിച്ച് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളുമായിട്ടും ആശയവിനിമയം നേരത്തെ നടത്തിയിരുന്നു എന്നും അങ്ങനെ ദീർഘമായ ആശയവിനിമയങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാംശീകരിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവന്നതെന്നും ഇത് രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ളതാണെന്നും അവകാശപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ആശയവിനിമയം ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വഖഫ് ബോർഡ് ചെയർമാൻ എന്ന നിലക്ക് അങ്ങനെ ഒരു സബ്മിഷൻ മന്ത്രി അവിടെ സഭയിൽ വെക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള ടോട്ടൽ കൺസൾട്ടേഷൻ നടന്നിരിക്കും എന്നതാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. അങ്ങനെ ഇല്ലാതെ ഒരു ആക്ടിനെ ശക്തിപ്പെടുത്താനോ കാലികമായി എന്തെങ്കിലും മാറ്റം വരുത്താനോ വരുന്ന ഭേദഗതികൾ സ്വാഭാവികമായും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ് വഖഫ് ബോർഡിൻ്റെ ഓഫീസിൽ വഴിയാണ് ട്രാൻസാക്ട് ചെയ്യേണ്ടത്. പക്ഷെ സത്യത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം എല്ലാ ഫയലുകളും പരിശോധിച്ചാലും ഞങ്ങളൊക്കെ ഓരോരുത്തരും ചാർജ് എടുത്ത കാലഘട്ടത്തിലും ഒന്നും തന്നെ ഇങ്ങനെ ഒരു നടപടി ഇൻവോക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ബില്ല് ഇപ്പോൾ കാണുന്ന ബില്ലിൻ്റെ അതേ രൂപം തന്നെ അന്ന് ചിലപ്പോൾ ഒരു പക്ഷേ കൊടുത്തോളുന്നില്ല. എന്നിരുന്നാൽ പോലും അതിൻ്റെ ചുരുക്കം, അതിൻ്റെ ഇപ്പോൾ ഓഫീസ് ഘടന, അധികാരഘടന, അപ്പലറ്റ് ജൂറിസ്ഡിക്ഷൻ, ട്രിബ്യൂണൽ, അങ്ങനെ കുറേ ഒരു സെറ്റ് ഓഫ് ഹെഡുകളുണ്ടല്ലോ. അവിടെയൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങളാണെന്ന് ചോദിച്ചിട്ട് ആവാമല്ലോ. അങ്ങനെ ഒരു നടപടിക്രമം യാതൊന്നും പാലിക്കാത്തത് കൊണ്ട് തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ചർച്ച ചെയ്തൊരു ഒരു ബില്ലാണ് എന്ന് പറഞ്ഞ് അതുവഴി അത് പാസ്സാക്കാൻ ശ്രമിക്കുന്നത് ഈ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആ ഡെസ്കിനോട് ചെയ്യുന്ന ഒരു അനാദരവാണ്. ആ തെറ്റ് അങ്ങനെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് സംഭവം ഞാൻ അന്വേഷിച്ചതിൽ മിക്ക വഖഫ് ബോർഡുകളിലും അന്വേഷിച്ച വഖഫ് ബോർഡുകളിൽ ഇങ്ങനെ കൺസൾട്ടേഷൻ ലഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ സെൻട്രൽ വഖഫ് കൗൺസിലും ഇങ്ങനെ അഭിപ്രായ സ്വരൂപം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇത് ചോദിക്കുമ്പോൾ ഈ ബില്ലിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ കൈമാറിയിട്ടില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, അതിൽ ആ അധികാര ഘടനയിലൊക്കെ വരുത്തുന്ന മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഈ നിയമം ഭേദഗതി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിന് കാരണം വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം കുറെക്കൂടെ കാര്യക്ഷമമാക്കണം എന്ന ലക്ഷ്യമാണ്. അതിന് പാകത്തിനുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമർപ്പിക്കണം. അത്തരം എന്തെങ്കിലും ഒരു കാരണം ഞങ്ങൾ ഭേദഗതി നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട്
ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം ലീസ് റൂൾസ്, വാടക നിയമങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അപാകതകൾ നിലനിൽക്കുന്നുണ്ട്. മുന്നോട്ട് പോക്കിന് തടസ്സമുണ്ട്. വഖഫുകൾക്ക് വരുമാനം ലഭിക്കുന്നതിനൊക്കെ തന്നെ ഈ നിയമം ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ അങ്ങോട്ട് സൂചിപ്പിക്കാനും ഈ മോഡേണൈസേഷൻ്റെ ഭാഗമായി മറ്റ് നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്താനും ഒക്കെ കൂടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അപ്പം കാത്തിരിഞ്ഞ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായം ലഭിച്ചിട്ടില്ല. ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ഭേദഗതി എന്ന വാക്ക് കാണുന്നത് ഈ ബില്ല് പാർലമെൻറ്റിൽ കാണുമ്പോഴാണ്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സമുദായത്തിലെ ചില പ്രതിനിധികളുമായിട്ട് ചിലപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതിനപ്പുറത്ത് ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം രാജ്യത്തെ വഖഫ് സ്വത്തുകൾ മുഴുവൻ അതിൻ്റെ മേൽനോട്ടവും നിയന്ത്രണവും അതിൻ്റെ കൈകാര്യകർത്തൃത്വവും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു നിയമം മാറ്റം വരുത്താൻ ആലോചിക്കുന്നുണ്ട് എങ്കിൽ ആലോചിക്കേണ്ടത് പ്രാഥമികമായിട്ടും ഈ വഖഫ് ബോർഡുകളോട് തന്നെയല്ലേ. അപ്പോൾ ആ വഖഫ് ബോർഡുകളായിട്ടൊന്നും ഒരാലോചനയും നടത്താതെയാണ് മന്ത്രി ലോക്സഭയിൽ വന്നിട്ട് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് മുഴുവൻ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ബില്ല് ഫോർമുലേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ടി വിയിലൊക്കെ കണ്ട സ്റ്റേക്ക് ഹോൾഡേഴ്സും പറഞ്ഞിട്ട് കണ്ടത് ദർഗ അസോസിയേഷൻ്റെ ആൾക്കാരാണ്. ദർഗ അസോസിയേഷൻ്റെ യാതൊരു സബ്ജക്റ്റും ഇതിനകത്തില്ല. ഇതിനകത്ത് പൂർണ്ണ തോതിൽ അതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെൻറ്റ് മുതൽ അവസാനം വരെ ഉള്ളത് കൃത്യമായ എങ്ങനെ വഖഫ് ബോർഡ് പ്രവർത്തിക്കണം എന്നാണ്, എങ്ങനെ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണം നടപടിയെ സംബന്ധിച്ചാണ്. ട്രിബ്യൂണലിൻ്റെ തീരുമാനം എല്ലാം ഒന്നിനൊന്നും വഖഫ് ബോർഡ് റിലേറ്റ് ചെയ്തിട്ടാണ്. ഗവൺമെൻറ്റിന് ചില അധികാരങ്ങളുണ്ട്, അതും എന്താണ് അന്തിമമായി എത്തിച്ചേർന്നത് വഖഫ് ബോർഡിൽ. അപ്പോൾ സർവേ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്യാം, പക്ഷേ സർവേയുടെ റിസൾട്ട് എവിടെ വരണം? ബോർഡിൽ വരണം. ട്രിബ്യൂണൽ ഡിസിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ബോർഡാണ്. രജിസ്ട്രേഷൻ നടപടി എൻ്റയർ ആക്ടിലെ സ്റ്റേറ്റ് ബോർഡിൻ്റെ ഫംഗ്ഷനാണ്. എന്നിട്ടാണ് സ്റ്റേറ്റ് ബോർഡിനെ മാറ്റി നിർത്തിയിട്ട് ദർഗ അസോസിയേഷൻകാരെ ചർച്ചയ്ക്ക് വിളിച്ചത് എന്ന് പറയുമ്പോൾ സങ്കടവും ഇതും അത് ആ ഒരു തെറ്റ് തിരുത്തി ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇപ്പം ഈ പുതിയ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകളുണ്ടല്ലോ, അത് ഏത് വിധത്തിലൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന വഖഫ് ബോർഡ് സമ്പ്രദായത്തെ ദുർബലമാക്കുന്നത്, വഖഫിൻ്റെ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്നത്? അതെ, ഈ നമ്മളെ വഖഫ് ക്രിയേഷൻ ഓഫ് വഖഫ് എന്ന് പറയുന്നത് മുസൽമാൻ എന്ന രൂപത്തിൽ ഒറ്റ വാക്കിൽ 18 വയസ്സ് പൂർത്തിയായ ഒരു മുസ്ലിം എന്നാണ്. മുസ്ലിം എന്നതിനൊരു കണ്ടീഷനില്ല. അതിനകത്ത് ഒരു 2 വർഷമായ മുസ്ലിം, 3 വർഷമായ മുസ്ലിം, 5 വർഷമായ മുസ്ലിം അങ്ങനെ പറയാൻ പാടില്ല. അതെന്താണ്? അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒരു ഇൻഡിവിജ്വൽ ആഫ്റ്റർ അറ്റൈനിങ് 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഫർദർ 18 മുതൽ വീണ്ടും അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്ന അയാളെ പൗരാവകാശം അല്ലെങ്കിൽ വ്യക്തിപരമായ അവകാശങ്ങൾക്ക് 5 വർഷത്തെ എക്സ്റ്റൻഷൻ വീണ്ടും നിയമപരമായി കൊടുക്കുകയാണ്. അതായത് 5 വർഷം പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണമെങ്കിൽ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്നതൊക്കെ എങ്ങനെ തുടങ്ങുന്ന എല്ലാ ഭാഗത്തും ഒരു വാക്കിഫ്, ഞാൻ തുടങ്ങുന്ന വെച്ചാൽ വാക്കിഫിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ് വഖഫ്? ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. ആ ദൈവന്മാരാണ്, അള്ളാഹുവാണ്. ഡെഡിക്കേഷൻ ടു ഗോഡ് എന്ന് പറഞ്ഞാൽ ആ ഗോഡ് ആരാണ്? അള്ളാഹുവാണ്. അങ്ങനെ മുസ്ലിം ലോ ഉള്ള അപ്ലിക്കബിൾ. അപ്പോൾ എന്താ വെച്ചാൽ പയസ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി മുസ്ലിം ലോ എന്ന് പറയുന്നത്. മുസൽമാനാണ് ഇതിൻ്റെ വഖഫ് ചെയ്യുന്നതിൽ പ്രധാനികൾ. അതുപോലെ തന്നെ ഉപയോഗങ്ങൾ, പള്ളി, മറ്റു കാര്യം, അപ്പോൾ എല്ലാം റിലേറ്റഡ് എന്താണ്? മുസ്ലിം എന്ന രൂപത്തിൽ വരുമ്പോൾ അതിനകത്ത് വ്യവസ്ഥകൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് 1913
ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയത് എന്തിനാ? ഒരുപാട് വഖഫായിട്ട് നിർമ്മിക്കപ്പെട്ട ആധാരങ്ങളെ, വസ്തുക്കളെ നിയമപരമായി സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നീട് 1954 ആദ്യമായി ആക്ട് വരുന്നത്. 64 അമെൻമെൻറ്റ്, 69 അമെൻമെൻറ്റ്, 84 അമെൻമെൻറ്റ്, 95 അമെൻമെൻറ്റ്, പുതിയ റീഷേപ്ഡ് 2013 അമെൻമെൻറ്റ്. ഇത്ര അധികം അമെൻമെൻറ്റുകൾ മുഴുവൻ പരിശോധിച്ചാൽ എല്ലാ അമെൻമെൻറ്റുകളും നിലവിലുള്ള വഖഫിൻ്റെ സമ്പ്രദായത്തെ, അതിൻ്റെ സംരക്ഷണ സ്വഭാവത്തിലെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ്. അല്ലാതെ ഒരു ഭേദഗതിയും അതിൻ്റെ ഘടനയെ മാറ്റി ശക്തി ക്ഷയിപ്പിച്ച് ഇല്ലാതാക്കില്ലെന്ന് ഉറപ്പല്ലേ. അപ്പോൾ എപ്പോഴും അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടിച്ചേർക്കലുകളാണ്. അമെൻമെൻറ്റ് ഡിസ്ട്രക്ഷനേ അല്ല. ഇവിടെ ഡിസ്ട്രക്ഷൻ റൂളാണ് അമെൻമെൻറ്റിനെ ആധാരമാക്കി എടുത്തിട്ടുള്ളത്, അല്ലാണ്ട് ഒരു കൺസ്ട്രക്ഷൻ റൂളോ അല്ല. നമുക്ക് വേണ്ടത് എന്താണ്? കൺസ്ട്രക്ഷൻ റൂളാണ് അമെൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇവിടെ ചെയ്തിട്ടുള്ളത് ഡിസ്ട്രക്ഷൻ റൂൾ. അപ്പോൾ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ വഖഫിൻ്റെ എല്ലാ കൺസെപ്റ്റുകളെയും ഇല്ലാതാക്കുന്ന 1 മുതൽ അവസാനം വരെയുള്ള 40 ഐറ്റംസ് അങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് സംശയമുള്ള ഐറ്റംസ് ഓരോന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറഞ്ഞല്ലോ. ഇതൊരു കൺസ്ട്രക്റ്റീവ് അല്ല, ഡിസ്ട്രക്റ്റീവ് ആണ് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അത് ഡിസ്ട്രക്റ്റീവ് ആവുന്നത്? അതിനൊരു പില്ലറുകൾ തകർക്കണല്ലോ. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഒന്ന് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 26 നമുക്ക് ഇക്വാലിറ്റി ബിഫോർ ലോ ഒക്കെ അതിന് മുമ്പുള്ള സെക്ഷൻ എടുക്കാം. ആർട്ടിക്കിൾ 26 കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയിൽ അംഗീകരിക്കപ്പെട്ട ഓരോ മതങ്ങളുടെ ലിസ്റ്റുണ്ട്. ആ മതങ്ങൾക്കൊക്കെ തന്നെ ഓരോ നിയമങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ നിയമങ്ങൾക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് ആർട്ടിക്കിൾ 26 ഫ്രീഡം ആൻഡ് ലിബർട്ടി ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് എ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൃത്യമായി പറഞ്ഞത്. അതേപോലെ തന്നെ സുപ്രീം കോടതി അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറഞ്ഞിട്ടുണ്ട്, വഖഫ് ആക്ട് മസ്റ്റ് ബി ഇൻ കൺഫേമിറ്റി വിത്ത് ആർട്ടിക്കിൾ 26. വഖഫ് ആക്ട് ഈ ആർട്ടിക്കിൾ 26 അനുഗുണമായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് അഗെയിൻസ്റ്റ് ആണല്ലോ. ഇവിടെ ആ ഒരു പോയിന്റിലേക്ക് കിടക്കാം. ഇവിടെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിമിനെ 5 വർഷത്തെ പഴക്കം കൊണ്ട് അദ്ദേഹത്തെ അളക്കുക. രണ്ടാമത് വഖഫ് ബോർഡിലേക്ക്, മുസ്ലിം വഖഫ് ബോർഡിലേക്ക്, മുസ്ലിം വഖഫ് ബോർഡാണല്ലോ, ഇത് കോടതിയല്ലല്ലോ, മുസ്ലിം വഖഫ് ബോർഡിലേക്ക്, വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ മുസ്ലിം വഖഫ് ബോർഡ് എന്നാണ് പറയേണ്ടത്, മുസ്ലിം വഖഫ് ബോർഡിലേക്ക് മുത്തവല്ലി പ്രതിനിധിയും അതുപോലെ തന്നെ സ്കോളർമാരുടെ പ്രതിനിധികളൊക്കെ കഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ സൈലൻ്റാണ്. ചെയർമാൻ ആരെയും വെക്കാം. ഫ്രം എമംഗ് ദ മുസ്ലിം എന്നുള്ളത് മാറ്റി MP ആരെ വെക്കാം, MLA-മാരെ വെക്കാം, ഗവൺമെൻറ് സെക്രട്ടറി വെക്കാം, ഇൻക്ലൂഡിങ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം. പിന്നെ കമ്പൽസറി ഇതൊന്നും നടന്നില്ലെങ്കിൽ 2 പേരെ നിർബന്ധമായിട്ടും വെക്കണം എന്ന് പറഞ്ഞാൽ വലിയ സംശയകരമായ രൂപത്തിൽ ഇതിനെ കാണുന്നതാണ് ഒരു ഡിവിസീവ് ചിന്താഗതി എന്ന് പറയുന്നത്. കാരണം അവൻ കള്ളനാണോ എന്ന് സംശയിക്കുന്ന രീതി. ഒരു നിയമപ്രകാരം അവകാശപ്പെട്ട് നിയമപ്രകാരം ഭരണഘടന അനുശാസിക്കുമ്പോൾ സ്ഥാപിതമായ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ ചെക്ക് മെഷറായി പ്രവർത്തിക്കാൻ ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിലേക്കാണ് വഖഫ് ബോർഡിൻ്റെ എല്ലാ ഉത്തരവുകളും പോകുന്നത്. അങ്ങനെ ജുഡീഷ്യൽ സിസ്റ്റത്തിലൂടെ ചെക്ക് മെഷർ സമ്പ്രദായം നിലനിൽക്കെ അവിടെ നടക്കുന്നതൊക്കെ തെറ്റാണ് എന്ന് ഊഹിച്ചുകൊണ്ട് എത്തി നോക്കാൻ 2 പേരെ പറഞ്ഞേക്കുന്നത് പോലെയാണ് ഇപ്പോൾ കമ്പൽസറിലി 2 നോൺ മുസ്ലിമുമാണെന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിം റെപ്രസെൻറ്റേഷൻ മുസ്ലിമിൻ്റെ ആയിരിക്കണം എന്ന് പറയുന്ന വ്യവസ്ഥ
ഉടനീളം എടുത്തു കളയുമ്പോൾ എന്തായി സ്ട്രക്ചറൽ അതിന് നേരത്തെ പറഞ്ഞ ഡിസ്ട്രക്ഷൻ അവിടെ സംഭവിച്ചു എന്നാണല്ലോ. ഇനി പറയാം. അപ്പോൾ സ്ട്രക്ചറിൽ സംഭവിച്ചു, സ്ട്രക്ചർ പോയി. ഇനി രണ്ടാമത് ഒരു രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ സമയത്താണ് വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന് പരിശോധിക്കുക. രജിസ്ട്രേഷൻ ഒരു അപേക്ഷ നൽകുന്നു, ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞേക്കുന്നു, അത് ഉദ്യോഗസ്ഥർ വളരെ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ടീം ചെന്ന് പരിശോധിക്കുമ്പോൾ അവിടെ വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയെന്ന് ആധാരവും അപ്ലിക്കേഷൻ നിന്ന് പരിശോധിക്കുന്നത്. അത് ബോർഡിൽ വരുന്നു. ഈ 11 അംഗങ്ങളുള്ള ബോർഡിൽ ഇരുന്നുകൊണ്ട് ഇത് കൃത്യമായി പരിശോധിക്കുന്നു, ഫർദർ ഇൻസ്പെക്ഷൻ ഓർഡർ ആക്കുന്നു, എന്നിട്ട് ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാം. ഈ രജിസ്റ്റർ ചെയ്യുന്ന നടപടികൾ നേരെ കലക്ടറെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കലക്ടറോട് വിരോധം ഉണ്ടായിട്ടോ കലക്ടർ ഇന്ന് കുറവുണ്ടെന്ന രൂപത്തിലല്ലേ പറയുന്നത്. കലക്ടറേറ്റിൽ ഒന്ന് ഓവർലോഡഡ് വർക്കാണ്. ഇപ്പം ഇതിൽ തന്നെ പ്രൊവിഷൻ ഉണ്ട്, കലക്ടറെ റൈറ്റ് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്, നമ്മൾ അംഗീകരിക്കുന്നതാണ് നേരത്തെ ആക്ടിൽ. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു കലക്ടർ സ്വാഭാവികമായും ഈ ഇതിൻ്റെ പണി ഒരു ഡിസൈഗ്നേറ്റഡ് കലക്ടറെ ഏൽപ്പിക്കും, പറഞ്ഞാൽ ഒരു ഡെപ്യൂട്ടി കലക്ടറോ ഇതിലൊരാളെ ഏൽപ്പിക്കും. അദ്ദേഹവും തിരക്കുള്ള ആളായിരിക്കും. ഒരു സെക്ഷൻ ക്ലർക്കിലേക്ക് ഒതുങ്ങുന്ന രൂപത്തിൽ വഖഫ് രജിസ്ട്രേഷൻ നടപടിയിലേക്കൊക്കെ പോകും എന്ന് പറഞ്ഞാൽ ഒരു തർക്കമുള്ള മാറ്റർ, തർക്കമില്ലാത്ത മാറ്ററാണെങ്കിലും അതിഗൗരവത്തോടു കൂടി സമീപിക്കേണ്ട, ഒരുപാട് എല്ലാവരും ഒരു കലക്റ്റീവ് മൈൻഡിലൂടെ ചെയ്യേണ്ട ഒരു ബിസിനസ്സിനെ ഒരു ഡെസ്കിലേക്ക് മാറ്റിക്കൊണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ തർക്കങ്ങളുടെ പ്രളയമായിരിക്കും. അതുകൊണ്ട് രജിസ്ട്രേഷൻ നടപടി എന്തിനു വേണ്ടി എടുത്തു കളഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പെൻഡൻസി ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ പോലെ പെൻഡൻസി ഇല്ല, ഞങ്ങൾ സാധനം വന്നാൽ 3 മാസത്തിൻ്റെ ഒരു രജിസ്ട്രേഷനാണ്. എന്തെങ്കിലും കാരണം വേണ്ടേ? പെൻഡൻസി ഓവർ പെൻഡൻസിയാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇത് സാങ്കേതികമായ രജിസ്ട്രേഷൻ, ഇപ്പം ഞാനൊരു ഭൂമി വാങ്ങുകയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു ഭൂമി കൈമാറ്റം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിൽ സാങ്കേതികമായ രജിസ്ട്രേഷനും പിന്നെ സമ്പത്തിൻ്റെ ക്രയവിക്രയവും മാത്രമാണ് അതിന് ആധാരമായി നടക്കുന്ന കാര്യങ്ങൾ. വഖഫിനെ സംബന്ധിച്ച് അത് അങ്ങനെയല്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ വിശ്വാസത്തിന്റെ എലിമെന്റ് ഉണ്ട്, ദൈവത്തിങ്കലാണ് ഇത് സമർപ്പിക്കുന്നത്, ഡെഡിക്കേഷന്റെ കാര്യമുണ്ട്, കുറച്ചുകൂടെ ആത്മീയമായ എലിമെന്റ്സ് അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഒരു വളരെ സാങ്കേതികമായ രജിസ്ട്രേഷൻ മാത്രമായിട്ട് കാണാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾ വഖഫ് ചെയ്യുമ്പോൾ ദൈവത്തിങ്കൽ സമർപ്പിക്കുമ്പോൾ ചില ലക്ഷ്യങ്ങളോടുകൂടിയായിരിക്കും അയാളത് വഖഫ് ചെയ്യുക. അപ്പൊ അതിന്റെ പൂർത്തീകരണം കൂടെ ഈ രജിസ്ട്രേഷന്റെ തുടർച്ചയായിട്ട് നടക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു എന്താ പറയുക, വളരെ സാങ്കേതികമായ ഒരു കാര്യം മാത്രമല്ല. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാം, ഇപ്പോൾ ചുരുക്കി പറഞ്ഞ വഖഫുൽ അലാൽ ഔലാദ് എന്ന് പറയുന്ന പ്രൈവറ്റ് വഖഫ് നമുക്ക് ചുരുക്കി പറയാം എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷ. പ്രൈവറ്റ് വഖഫിൻ്റെ പബ്ലിക് വഖഫിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് ഓരോ പോയിന്റും വളരെ റിപ്പോർട്ടഡ് ഡിസിഷൻസും ഇത്രയോ കാലങ്ങളായിട്ടുള്ള പ്രീസിഡൻസും ആക്റ്റും നോക്കി പരിശോധിച്ചാൽ മാത്രമേ ശരിക്കും അതിനകത്ത് എത്താൻ പറ്റുള്ളൂ. പബ്ലിക് വഖഫ് അതും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒറ്റ വരിയിൽ എല്ലാവരും ആരെന്താ അറിയോ, ഒരു 4 വരിയിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു പാർട്ടീഷൻ ചെയ്യാൻ തീരുമാനം, നമ്മൾ ബ്രദേഴ്സാണ്, പാർട്ടീഷൻ ചെയ്യാൻ തീരുമാനിച്ച നമുക്ക് കുറേ പട്ടികളുണ്ട്. അങ്ങനത്തെ A മുതൽ Z വരെയുള്ള പട്ടികക്കകത്ത് I എന്നുള്ള പട്ടിക വഖഫ് ചെയ്തത് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ കോമൺ പ്രോപ്പർട്ടിക്കകത്ത് ചിലത് ട്രസ്റ്റ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യും, പക്ഷേ നോമൻ ക്ലേച്ചർ എന്തായിരിക്കും, ചിലപ്പോൾ അത് വഖഫായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ടെക്നിക്കൽ സെൻസിൽ അത് ക്ലിക്ക് ചെയ്യുന്ന പരിപാടിയല്ല, ഭയങ്കര കോംപ്രഹെൻസീവ് പ്രൊസീജിയറാണ് അതിനകത്ത്. ആ പ്രൊസീജിയറിനകത്ത് ശ്രദ്ധാപൂർവം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ വഖഫ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവിന് ഡിലേ വരും, അയാൾക്ക് നഷ്ടം സംഭവിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ ഭൂമിയാണ് വഖഫ് ഇതെങ്കിൽ അത് രജിസ്ട്രേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തായി, വഖഫ് അല്ലാതെ കണ്ടെത്തി കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം? യഥാർത്ഥ ഒരു വ്യക്തി, റൈറ്റ് പേഴ്സണ് ഗുണം കിട്ടുന്നില്ലേ? ഈ നടപടിക്രമങ്ങളെ
ഒരു കോസി ജുഡീഷ്യൽ ഫങ്ഷൻ. ഒരു കോസി ജുഡീഷ്യൽ ഫങ്ഷൻ അഡ്വക്കേറ്റ്സ് അപ്പിയർ ചെയ്യുന്നു. അഡ്വക്കേറ്റ്സ് അപ്പിയർ ചെയ്യുന്നതിൽ മുസ്ലിം ഹിന്ദു വ്യത്യാസമില്ലല്ലോ. വിവിധ ആൾക്കാർ അപ്പിയർ ചെയ്യുന്നു, കേസ് പറയുന്നു, എല്ലാം തീർപ്പ് കൽപ്പിച്ച് ഒരുമിച്ചിരുന്ന് രേഖകൾ പരിശോധിച്ച് വിധി പറയുന്ന ഒരു സംവിധാനവും അത് ഇത്ര പഴക്കം ചെന്ന ഏകദേശം ഇപ്പോൾ 54 മുതൽ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 80 ജില്ല 70 ജില്ല വർഷം പഴക്കം വരുന്ന ഒരു, അതായത് ഒരുപാട് വിധിയിലൂടെ ക്ലെയിം ചെയ്തിട്ടുള്ളതാണ്. ഈ വഖഫ് ബോർഡിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് ജുഡീഷ്യൽ സ്ക്രൂട്ടനിയുടെ ക്ലെയിം ചെയ്തിട്ടുള്ളതാണ്. ഒരു സിസ്റ്റത്തിനെ ഒരു എന്താ പറയുക, ഒരു ജുഡീഷ്യൽ കൺട്രോളിലൂടെ ക്ലീൻ എടുത്തിട്ടുള്ള ഈ ഒരു സംവിധാനത്തിനെ ഒരു ചെറിയൊരു ഡെസ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഹൈക്കോടതി വിധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഹൈക്കോടതി ഡയറക്ഷൻ കൊടുത്താൽ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എക്സ്പേർട്ടൈസായി ഇതിന് കൈകാര്യം ചെയ്യുന്ന വ്യക്തമായ ഒരു ബോഡി നിലനിൽക്കെ അകാരണമായി അവിടെ പെൻഡൻസി ഉണ്ടോ എന്ന് പരിശോധിക്കാതെ, അവിടെ ഡിഫിഷ്യൻസി ഉണ്ടോ എന്ന് പരിശോധിക്കാതെ, ഡിഫിഷ്യൻസി ഉണ്ടെങ്കിലുള്ള എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാസ്സാക്കേണ്ടത് ഒന്നും പരിശോധിക്കാതെ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അത് കൃത്യമായി ആ രജിസ്ട്രേഷൻ നടപടി വഖഫാണോ അല്ലേ എന്ന് തിട്ടപ്പെടുത്തുന്ന നടപടിയെ ബാധിക്കും. അതില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ ഡീഫക്റ്റ് ആവും വഖഫ് ബോർഡ്. ആ ഒരു പോയിന്റ് ഇത് പറയുമ്പോഴേ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്ത 2 പേരെങ്കിലും നിർബന്ധമായും വേണം എന്ന് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. MP-മാരോ MLA-മാരോ ഇപ്പോൾ നിലവിൽ മുസ്ലിം MLA-മാർ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മുസ്ലിങ്ങളായ ആളുകളാണ് വഖഫ് ബോർഡിലേക്ക് MLA-മാരുടെ പ്രതിനിധികളായിട്ട് വരിക. MP-മാരുടെയും അങ്ങനെ തന്നെയാണ് വരിക. ഇതിപ്പോൾ നമ്മൾ പൊതുവിൽ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അല്ലാത്ത ആളുകൾ വന്നാൽ ഇപ്പം എന്താ കുഴപ്പം? വഖഫായി കിട്ടിയൊരു സ്വത്ത് അത് കൈകാര്യം ചെയ്യണം, അത് വഖഫായി നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് വഖഫിൽ എന്താണോ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്, ഒരാൾ വഖഫ് ചെയ്യുമ്പോൾ എന്താണോ ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് നടപ്പാക്കി കൊടുക്കണം. അതിപ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ആര് വന്നാൽ എന്താണ് കുഴപ്പം എന്നുള്ളൊരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം. മറ്റു ഭൂമിയൊക്കെ മറ്റാളുകളുടെ ഭൂമിയൊക്കെ ജാതി മതമൊക്കെ നോക്കിയിട്ടാണോ ഇവിടെ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. ഇവിടെ മാത്രം എന്താണ് ഇത്രമാത്രം വലിയ മാറ്റം, പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം തടസ്സം നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന, വേണമെങ്കിൽ ചോദിക്കാം എന്നൊരവസ്ഥ. ഇപ്പൊ നമ്മളിപ്പോ ഏത് വിഷയത്തിലും ഇപ്പൊ നമ്മളിപ്പോ ഒരു പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്, ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്, അവിടൊക്കെ ആർക്കും പോവാം. ദൈവം എന്ന് പറഞ്ഞാൽ പല നാമത്തിലുള്ളതാണെങ്കിൽ പോവാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാദിക്കാം. പക്ഷേ ഓരോ പ്രദേശത്തും ഓരോ രാജ്യത്തും ദൈവങ്ങൾക്കൊക്കെ തന്നെ ഓരോ സെക്ടറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് അംഗീകൃത മതങ്ങൾ. അംഗീകൃത മതങ്ങൾക്ക് ഒരു നിയമത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് ഈ അവകാശവാദം. ഇപ്പോൾ മുഹമ്മദൻ ലോ, വഖഫ് ആക്ട്, ഇങ്ങനെ തുടങ്ങിയ സംവിധാനങ്ങൾ മുഴുവൻ പേഴ്സണൽ ലോ ബേസ്ഡ് ആണ്. പേഴ്സണൽ ലോയുടെ പാർട്ടീഷൻ ഈ രാജ്യത്തെ ഭൂമിയാണ്. ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ഓഫീസിലാണ്. എന്നാൽ അതിനെ ഭാഗം വെക്കാൻ വേണ്ടി തന്നെ മുഹമ്മദൻ ലോ അപ്ലൈ എന്ന് ചോദിക്കുന്ന പോലെ ഇതിനകത്ത് ഓരോ സ്പെഷ്യലൈസ്ഡ് സെൻറ്റർ എന്ന രൂപത്തിൽ രൂപീകരിച്ച് കഴിഞ്ഞു. ഇത് അന്നത്തെ കാലം മുതൽക്ക് തന്നെ ഇതിൻ്റെ ഘടന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ അനുവദിക്കണം. കാരണം ഒരു മുസ്ലിം വഖഫ് ബോർഡാണ്, അവിടെ തന്നെ ആൾക്കാരെ വരേണ്ടതെന്ന് പറഞ്ഞാൽ ആ തർക്കം കഴിഞ്ഞു. ഒരു പക്ഷേ അതിൻ്റെ ആദ്യകാല നിർമ്മാണ വേളയിൽ കൃത്യമായി ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഇൻസ്പെക്ഷൻ വരും. പറഞ്ഞതിൽ ആൻസറാണ്. പള്ളി പരിശോധിക്കേണ്ടി വരും, കയറിയിട്ട് പരിശോധിക്കേണ്ടി വരും, പള്ളിയിലെ രേഖകൾ പരിശോധിക്കേണ്ടി വരും, ബോർഡിന് സിഒക്കും മുത്തവല്ലിയുടെ തർക്കങ്ങളിൽ ഇടപെടേണ്ടി വരും. മുസ്ലിം സംഘടനകളുടെ തർക്കങ്ങളും ഭൂമികളും സംബന്ധിച്ച് പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സംഘടനകൾ തമ്മിലുള്ള വിഷയങ്ങളുണ്ട്. ഇങ്ങനെ എൻ്റെ സാധനം ഇൻ്റർ കണക്റ്റഡ് ആണ്. റിലീജിയസ് ആൻഡ് ലോ രണ്ടും കൂടി ഉണ്ട്. ഈ റിലീജിയസ് ആൻഡ് ലോയും കൂടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു നോൺ റിലീജിയസ് ആക്ടിവിറ്റിയുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കയറി ചെല്ലുന്നൊരു പള്ളിൻ്റെ ഭരണം എങ്ങനെയാണെന്ന്
കയറി ചെന്ന് പരിശോധിച്ച് ചിലപ്പോൾ അവിടെ ഒരു വിഷയങ്ങളിൽ ഇടപെട്ട് ചിലപ്പോൾ കാലിയുടെ അപ്പോയിൻമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറവ് ചെയ്യുന്ന വിഷയത്തിൽ നിഷേധിച്ച്. ഇപ്പോൾ ഇവിടെ തന്നെ ചങ്ങനാശ്ശേരിയിൽ ലബ്ബ, അതുപോലെ തന്നെ ഈ ഓസാൻ സമുദായക്കാർക്ക് മെമ്പർഷിപ്പ് ഇല്ല. ഇതിൽ ബൈലോ പ്രകാരം മെമ്പർഷിപ്പ് ഇല്ല. അതേപോലെ തന്നെ ഈ മറമാടാൻ വേണ്ടി ചെല്ലുമ്പോൾ ചില തർക്കങ്ങൾ ഉന്നയിക്കുകയാണ്, മുജാഹിദാണ്, സുന്നിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ബോർഡ് ഈ അടിയന്തര സ്വഭാവത്തിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷെ അവിടെ ചെന്ന് പരിശോധിക്കുന്ന സ്ഥിതിവിശേഷം വരും. CEO അവിടെ ചെന്ന് പരിശോധിക്കുന്ന വിഷയം. ഈ രംഗത്ത് ഏറ്റവും സൂട്ടബിളും ഒരു തർക്കമില്ലാതെ അവകാശത്തോട് കൂടി കയറി ചെല്ലാൻ പറ്റുന്നത് ആർക്കാണ്? സെയിം മതസ്ഥർക്കാണ്. അപ്പോൾ സൂപ്പർവൈസറി ജൂറിസ്ഡിക്ഷൻ കൂടി ഉള്ളത് കൊണ്ട് ഇതേ സമുദായക്കാർക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രണ്ട് അധികാരമുണ്ട്. ഒന്ന് ഈ നേരത്തെ പറഞ്ഞ കോസി ജുഡീഷ്യൽ ഫംഗ്ഷൻ, മറ്റേത് സൂപ്പർവൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായി? രണ്ടും കൂടി വരുമ്പോൾ അതിൻ്റെ മെമ്പർമാരും ചെയർമാന്മാരും ആരായിരിക്കണം എന്നത് തർക്കമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലാതെ ജനറലായിട്ടുള്ള ഫംഗ്ഷനാണ് ഉള്ളു വെച്ചെങ്കിൽ പറഞ്ഞ പോലെ കുഴപ്പമുള്ളതല്ല. പക്ഷെ ബോർഡിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ പരിശോധിച്ചാൽ ഇവിടെയുള്ള മദ്രസകളും പള്ളികളുടെയും ഖബർസ്ഥാനൊക്കെ പരിശോധിച്ച് അതിൻ്റെ സ്ഥിതികൾ പരിശോധിച്ച് ഉത്തരവ് പാസ്സാക്കണം. അതാർക്ക് പറ്റും? ഞങ്ങളിപ്പോൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. കണ്ണൂർ 2 പേര് പോട്ടെ, മലപ്പുറത്ത് 2 പേര് പോട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നോൺ മുസ്ലിം ആയിട്ടുള്ള 2 പേര് നമ്മൾ ഒരു 4 പള്ളിയിൽ പോയി പരിശോധിച്ച് നടത്തിക്കൊണ്ട് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അവിടെ പ്രാദേശികമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പക്ഷേ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു മതപരമായ ഒരു കഴിവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബന്ധം, കഴിവ് മാത്രമല്ല ഇതിന്റെ അനുഷ്ഠാനങ്ങളെ കുറിച്ചോ രീതികളെ കുറിച്ചുള്ള അറിവില്ലായ്മയോ ഒക്കെ പ്രശ്നമാകും. കറുപ്പ ഈ മറ്റേ പള്ളിയിൽ അറബ് ചൊല്ലണം, മലയാളത്തിൽ ചൊല്ലണം എന്നുള്ള തർക്കം വന്നു. അവിടെ എത്ര നമ്മൾ ഈ ചിന്താഗതിയിൽ ചില അനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, അംബലി മാലിക് എന്നൊക്കെ പറഞ്ഞ മദ്ഹബുകൾ, സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയാം. സ്കൂൾ ഓഫ് തോട്ടുകൾക്കൊക്കെ ഓരോ രീതികളുണ്ട്. അപ്പോൾ ഇത് അതേപോലെ തന്നെ പല ഹദീസുകളിൽ നിന്ന് പറഞ്ഞ നടപടിക്രമങ്ങളുണ്ട്. ഇതിനൊക്കെ തന്നെ വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ ഒരു വിവരമുള്ള ഒരാളവിടെ പോകുമ്പോഴാണ് അത് ശരിയാണ് അത് ശരിയല്ലെന്ന് പറയാൻ കഴിയുക. അപ്പോൾ ഈ പോകുന്ന വ്യക്തിക്ക് അത് സാധിക്കാത്തൊരു വ്യക്തിയെ എന്തിനു നിർബന്ധപൂർവ്വം ഈ ആക്ടിലൂടെ പറഞ്ഞേക്കണം എന്നുള്ളത് മറുപടി പറഞ്ഞാൽ. ഇത് ചോദിക്കുമ്പോഴേ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇതൊരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണല്ലോ വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ആ മതത്തിലുള്ളവർ പോരാ, അല്ലെങ്കിൽ അവർ മാത്രം കൈകാര്യം ചെയ്താൽ പോരാ, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി അവർക്ക് കൊടുത്താൽ ശരിയാകില്ല എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ ഭേദഗതി വരുന്നത്? ശരി, അതെ, ശരിയാവില്ല എന്ന് പറയുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ വേണം. ഒരു ആക്ടിൻ്റെ കാര്യം ഞാനിപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ഒരാളോട് ശരിയാവില്ല ഞാൻ പോട്ടെ എന്ന് പറയുന്ന പോലല്ല. ഒരു ആക്ടിൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ വേണം, മെറ്റീരിയൽസ് വേണം, ഓൺ റെക്കോർഡ്. അതിനാണ് ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടത്. എല്ലാ സ്റ്റേറ്റിലെയും ഡേറ്റാസ് കളക്ട് ചെയ്യണം. ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന ഭാഗമായി അവിടെ സംഭവിച്ചിട്ടുള്ള അപാകതകൾ സംഭവിക്കണം. അവിടെ ഒരു പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നതിൽ ഒരു ബയാസ്, ഒരു മുസ്ലിം ബയ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് കണ്ടെത്തട്ടെ. അതിന് നമ്പർ കണ്ടെത്തട്ടെ, അതിന് എണ്ണം കൂടുതലുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടട്ടെ. അല്ലെങ്കിൽ ഇതിന് ഈ സ്റ്റേറ്റ് ബോർഡിന് ഡയറക്ഷൻ കൊടുക്കട്ടെ. സ്റ്റേറ്റ് ബോർഡിന് ഡയറക്ഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സെൻട്രൽ കൗൺസിലുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഫംഗ്ഷൻ പരിശോധിച്ച് ആവശ്യമായ ഡയറക്ഷൻസ് കൊടുക്കാനുള്ള അധികാരം അതിനകത്തുണ്ട്. വഖഫ് ആക്ടിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ ഡയറക്ഷൻസ് ടു മെയിൻറ്റെയിൻ ദ സെക്യുലർ ആക്ടിവിറ്റീസ് ആൻഡ് ഹാർമണി അറൈസ് ഫ്രം ദ വഖഫ് എന്നൊരു സെക്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രൊവിഷൻ ഉണ്ട്. ഇതൊന്നും നോക്കാതെ
ഇതൊന്നും നോക്കാതെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട് ചെയ്തു പോകണം എന്ന് പറയുമ്പോൾ സങ്കടകരമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് നിഗൂഢമാണ് എന്നൊക്കെ പറയും. നിഗൂഢമാണ് എന്നൊക്കെ നമ്മളിപ്പോൾ ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് പറയുന്നതിൽ ഒരു അത്ര ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഒരു മലയാളം വാക്കാണെങ്കിൽ പോലും. പക്ഷെ അവിടെ ഒരു പ്രൊസീജിയർ തകരാറും കാഴ്ചപ്പാടിൻ്റെ തകരാറും കണ്ടെത്താത്തത് കൊണ്ടുള്ള ഒരു അന്ധതയും ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഒരു ഫൈൻഡിങ്സ് വേണ്ടേ, ഒരു റിപ്പോർട്ട് വേണ്ടേ. ഏതെങ്കിലും ഒരു കമ്മിറ്റി 14 വർഷം എൻക്വയറി നടത്തിയിട്ടാണ് 1984 അമെൻമെൻ്റ് ഉണ്ടായിട്ടുള്ളത്. വഖഫ് എൻക്വയറി കമ്മിറ്റി എന്ന് വെച്ചു. വഖഫ് എൻക്വയറി കമ്മിറ്റി 13 വർഷം പഠിച്ചിട്ട് ആ റിപ്പോർട്ടാണ് വെച്ചത്. 2013 ഭേദഗതിക്ക് അറിയാലോ, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വെച്ചു. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ പഠിക്കാനാണ് വെക്കുന്നത്. അല്ല, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർലമെന്റിലകത്തെയും രാജ്യസഭയിലെ കുറച്ച് അംഗങ്ങൾ കൂടി ഇരുന്നുള്ള കമ്മിറ്റിയല്ല. ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞ ഫങ്ഷൻ മൊത്തം മാറാണ്. എന്താണ് ഫങ്ഷൻ? അവർ പാർലമെന്റ് അകത്തുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാണുമ്പോഴാണ് അവരെ ചുമതല നിർവഹിക്കപ്പെടുക, അല്ലേ? അതിനുള്ള ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടില്ല. ഒരു എന്തെങ്കിലും ഒരു മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അമെൻമെൻറ്റ് നമുക്ക് ആവശ്യമാണല്ലോ, നിങ്ങൾക്ക് എന്തും എഴുതാം എന്നും പറഞ്ഞ് ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത് ഈ രീതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഒരു സംശയം ഇല്ലാത്തത് തന്നെയാണ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചു. ഇപ്പോൾ വഖഫ് പ്രോപ്പർട്ടി, അതായത് വഖഫായി വ്യക്തികൾ വഖഫ് ചെയ്ത പ്രോപ്പർട്ടി വേണ്ട രീതിയിൽ രജിസ്റ്റർ ചെയ്ത് സംരക്ഷിക്കാത്തതുകൊണ്ട്, അതങ്ങനെ സംരക്ഷിക്കാതെ അന്യാധീനപ്പെട്ടു പോകുന്നു എന്നുള്ള പരാതികൾ വ്യാപകമായതുകൊണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മന്ത്രി ഇതിൻ്റെ ചർച്ചയിൽ ലോക്സഭയിൽ പറയുന്നത് വെച്ചാൽ കർണാടകയിൽ ഈ വഖഫ് പ്രോപ്പർട്ടി വലിയ തോതിൽ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തു. വഖഫായി കിട്ടിയ ഭൂമി നിയമം മറികടന്നുകൊണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ പരിവർത്തനം ചെയ്തു, മാറ്റി ഉപയോഗിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ക്രമക്കേടുകളൊക്കെ ഒഴിവാക്കി ഇതിനെയൊക്കെ ശരിയാക്കി രജിസ്റ്റർ ചെയ്ത് കാര്യക്ഷമമായി നടത്താൻ അങ്ങനെ ഉണ്ടായിരിക്കുമോ ഈ നിയമ ഭേദഗതിയിലേക്ക്? അതെന്താ പറയുക, നമ്മൾ ഈ വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി മാറ്റങ്ങൾ വന്നതിന് നമുക്ക് എടുത്ത് പരിശോധിക്കാം. ചരിത്രം നോക്കാം. ഒരു വസ്തു വഖഫ് സ്വത്ത് പലപ്പോഴും ഈ വാക്കിഫിൻ്റെ മരണശേഷം ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും പോലും ആളുണ്ടാവില്ല. എവിടെയോ ഏതോ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് ഡോക്യുമെൻ്റ് പരിശോധിക്കില്ലല്ലോ. അന്ന് ഈ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ പിന്നീട് ഏതോ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടെത്തുകയും, അല്ലെങ്കിൽ ലോങ് കൈവശത്തിൻ്റെ ഗുണം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി 12 വർഷത്തിൻ്റെ ഈ കാലഹരണ നിയമം, ലിമിറ്റേഷൻ ആക്ട് 12 years ആയിരുന്നു. 12 years ആയിരുന്നത് 30 വർഷമാക്കി. കാരണം എന്താ പറയുക, 30 വർഷം കാരണം ഒരു കൈവശം വെക്കുന്ന വ്യക്തിയെ ഒരു കാരണവശാലും സംരക്ഷണം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് 2013 ആ ലിമിറ്റേഷൻ എന്നിട്ട് എടുത്തു കളഞ്ഞു. എന്നിട്ട് എന്ത് ക്ലോസ് വെച്ചോ അറിയോ? ഈ വിൽപ്പന പ്രഥമ ദൃഷ്ട്യ അസാധുവാണ്. വൺസ് വഖഫായി പ്രഖ്യാപിച്ചതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര കൈമാറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ അസാധുവാകും. ഈ ലിമിറ്റേഷൻ ആക്ട് എടുത്തു കളഞ്ഞു ചെയ്തു. ഇപ്പൊ ലിമിറ്റേഷൻ ആക്ട് തിരിച്ചു കൊടുത്തു. അപ്പൊ സംരക്ഷിക്കാനാണോ? ലിമിറ്റേഷൻ ആക്ട് തിരിച്ചു കൊടുത്തത് പറഞ്ഞെന്ന് അറിയോ? വഖഫ് കൈവശം വെച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഇത്ര വർഷമായിട്ട് ഞാൻ കൈവശം വെക്കുന്നു, അതുകൊണ്ട് ഇനി വഖഫ് ബോർഡിന് അല്ലെങ്കിൽ മുത്തവല്ലിക്ക് ആക്ഷൻ എടുക്കാൻ കഴിയില്ല. എൻ്റെ ആക്ഷൻ എൻ്റെ റൈറ്റായി മാറി, നിങ്ങളുടെ ഇനാക്ഷൻ എൻ്റെ റൈറ്റായി മാറി. കാരണം ലിമിറ്റേഷൻ ആക്ട് അപ്ലിക്കബിളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വാദം ശരിയല്ല. കാരണം നഷ്ടപ്പെട്ട വസ്തുക്കൾ
തിരിച്ചെടുക്കാനുള്ള സ്ട്രെങ്തനിങ് ചെയ്തതിന് പകരം ഈ ഒരു ക്ലോസ് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് ഇപ്പം എന്തായി വേരിയസ് ലിറ്റിഗേഷൻസ് വരാൻ പോവാണ്. ഇതുവരെ ഈ ഒരു നിയമം ഉള്ളത് കൊണ്ട് പിടിച്ചെടുക്കൽ മാത്രം വളരെ ഈസി ആയിരുന്നു. നോട്ടീസ് കൊടുക്കില്ല, ഒരു വാദം മറ്റവർക്ക് ഉന്നയിക്കാൻ പാടില്ല, കാരണം പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ലിമിറ്റേഷൻ ആക്ടില്ലാത്തതിന് ഇപ്പോൾ വാദങ്ങൾ വന്നു. പുതിയ അതിക്രമിച്ചവർ കടന്നവർക്ക്, അന്യകൈവശക്കാർക്ക്, വഖഫിലെ കടന്നുകയറ്റക്കാർക്ക് പുതിയ ഒരു കാലദൈർഘ്യത്തിൻ്റെ ഗുണം അവർക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് ആ വസ്തുക്കളൊക്കെ തന്നെ വിട്ടുകൊടുക്കുന്ന നിയമപരമായ ഒരു ആനുകൂല്യം വെച്ചോട് കൂടിയിട്ട് ഈ കർണാടകയിലത്തെ ഒരു കാര്യം ബാക്കി അവിടുത്തെ അതൊക്കെ അവാസ്തവമാണെന്ന് ഒരൊറ്റ ക്ലോസ് വെച്ചാൽ മനസ്സിലാവും. ഇത് അപ്പൊ എങ്ങനെ ഈ കോൺട്രറി നേച്ചർ നോക്കണ്ടേ? നമ്മൾ സംരക്ഷിക്കാന്ന് പറയുന്നു, നമ്മളിപ്പോൾ ഒരാളെ പോറ്റി വളർത്താൻ കൊണ്ടുപോകുന്നു, എന്നിട്ട് അയാള് ഒരു കത്തിയും പേടിക്കുന്നു, എന്താ വീട്ടിൽ പോയിട്ട് ഇയാൾ നമ്മൾ കൊല്ലാനാണ് എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥിതി. പോറ്റി വളർത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ സാധനത്തിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ലിമിറ്റേഷൻ ആക്ട് എടുത്ത് കളയണം, ഇല്ലേ? ഇതാണ് സംഭവിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ വഖഫ് ബൈ യൂസ് ഇങ്ങനൊരു ക്ലോസ് ഇനി ഉണ്ടാവില്ല എന്ന് പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ പല പള്ളികളും ബൈ യൂസ് വഖഫായിട്ട് മാറിയതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ബൈ യൂസ് വഖഫ് അല്ല എന്ന് വ്യവസ്ഥ ചെയ്തു കഴിഞ്ഞാൽ ഈ പള്ളികളുടെ മേലൊക്കെ പിന്നീട് അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും. അതുവഴി കൂടുതൽ തർക്കങ്ങൾ ഉയർത്തിയെടുക്കാൻ സാധിക്കും. അതുവഴി എന്താണോ ഡിവിസീവ് അജണ്ട അതിൻ്റെ വ്യാപനം വലിയ തോതിൽ നടത്താൻ ഈ പറയുന്ന ശക്തികൾക്ക് സാധിക്കും എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ശരിയാണ്. കാരണം നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മളെ പഴയ ഇന്ത്യയിലും പുതിയ ഇന്ത്യയിലും വിഭജിച്ചു പോയ സമയത്ത് ഇവാക്യൂ പ്രോപ്പർട്ടീസ് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലേക്കും അതുപോലെ തന്നെ ഈസ്റ്റ് ബൗണ്ടറിയിൽ നിന്നും മറ്റ് രാജ്യങ്ങൾ നേപ്പാളിലേക്കൊക്കെ പോയ ആൾക്കാരുണ്ടല്ലോ, അവർ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച അവരെ വസ്തുക്കളുണ്ടായിരുന്നു. അത് ഇവാക്യൂ പ്രോപ്പർട്ടിയാണ്. ജനറൽ ഇവാക്യൂ പ്രോപ്പർട്ടി 1950 ഇവാക്യുവേഷൻ റൂൾ പ്രകാരം ഗവൺമെൻറ്റിന് നോമാൻസ് ലാൻഡൊക്കെ എടുക്കാം. വഖഫാണെങ്കിൽ വഖഫ് ബോർഡിനെ ഏൽപ്പിക്കണം ഒന്ന്. അപ്പം എന്താണ്, ഒരു പക്ഷേ അവർ പോകുമ്പോൾ രേഖകളായിട്ട് പോയിണ്ടാവും, ഒരു വസ്തു കണ്ടെത്താൻ കഴിയില്ല. ഇനി ശേഷിക്കുന്ന ഇന്ത്യയിലാണെങ്കിലോ വാക്കാൽ ട്രാൻസാക്ഷൻ വഖഫ് ഉണ്ടായിരുന്നു. വസിയത്ത് പ്രകാരം വഖഫ് ചെയ്യുന്ന വ്യക്തിക്ക് അറിയുന്നില്ല ഏത് രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടതെന്ന്. സ്വാഭാവികമായ ഒരു പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നു, ഒരു ഖബറിസ്ഥാന് സ്ഥലം കൊടുക്കുന്നു, അത് രണ്ടും സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഈ വ്യക്തിക്ക് എന്താ മനസ്സിലാവുക, എൻ്റെ വഖഫായി, എൻ്റെ ചുമതല കഴിഞ്ഞു. ഈ സ്വീകരിച്ചവർക്കോ കമ്മിറ്റിക്കാർക്കോ ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാവും ഇത് പള്ളിയാണെന്നുള്ളത്, ഖബറിസ്ഥാൻ. അങ്ങനെ അവർ വിശ്വാസത്തോടു കൂടി ഇക്കാലം അത്രയും ഉപയോഗിച്ചു വരുന്നവരാണ് യൂസർ വഖഫ്. അതുകൊണ്ട് ഒരു മാസത്തെ പഴക്കമോ ഒരു വർഷത്തെ പഴക്കമോ അല്ല, ഒരുപാട് കാലങ്ങളുടെ പഴക്കത്തിന് അംഗീകാരം കൊടുക്കുന്നതാണ് യൂസർ വഖഫ്. അങ്ങനെ യൂസർ വഖഫിന് അംഗീകാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പള്ളികളൊക്കെ തന്നെ രേഖകളില്ലാത്ത, വഖഫല്ലാത്ത, വഖഫിൻ്റെ സംരക്ഷണം കിട്ടാതെ പൊളിച്ചു കളയാനോ അതിക്രമിച്ച് കയറാനോ നശിപ്പിക്കാനുള്ള സാധ്യത വന്നാൽ ഇന്ത്യയിലെ എത്ര കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ ആ തർക്കത്തിലേക്ക് പോകും? ഒരു വാർഡിലൊരു പള്ളിയില്ലേ, പഞ്ചായത്തിലെ ഒരു 10 പള്ളി ഉണ്ടെങ്കിൽ അതിൽ 3 പള്ളി യൂസർ വഖഫായിരിക്കും. ഒരു ജില്ലയിലെ ഒരു 1000 പള്ളി ഉണ്ടെങ്കിൽ 100 യൂസർ വഖഫായിരിക്കും, അല്ലേ? അങ്ങനെ സംഭവിക്കുന്ന ഒരു രേഖകളില്ലാത്ത യൂസ് ചെയ്യുന്നതിന് ഗവൺമെൻറ് മദ്രാസ് രജിസ്ട്രേഷൻ റൂള് പ്രകാരം MLR ആക്ട് പ്രകാരം തന്നെ കേരള ഗവൺമെൻറ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധന നടത്തി സർവേയിലൂടെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ മിനാറുണ്ട്, പള്ളിയുണ്ട്, ഖബറുണ്ട്, ഇതൊക്കെ ഉറപ്പാണല്ലോ. അല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്ന ടൗണിൽ കൊടുക്കുന്ന സ്ഥലമല്ല. ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് കോഴിക്കോട് ടൗണിലോ എറണാകുളം ടൗണിലോ കിടക്കുന്ന സ്ഥലം
ഒരാൾ വഖഫാണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അതല്ല യൂസർ വഖഫ്. യൂസർ വഖഫ് എന്ന് അവിടെ ഫിസിക്കലി വിസിബിളായിട്ടുള്ള ഒരു വഖഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടായിരിക്കണം, ഒരു ഖബറുണ്ടായിരിക്കണം, മറ്റുണ്ടായിരിക്കണം, എല്ലാം. അതാണ് യൂസർ വഖഫിന് ഏറ്റവും വരുള്ളൂ. വേറെ എന്തെങ്കിലും മക്കബറുകളൊക്കെ പാടാം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ അല്ലാത്തതൊക്കെ മിസ്യൂസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് യൂസർ വഖഫ് എന്നുള്ളത് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ രജിസ്റ്റർ ചെയ്ത യൂസർ വഖഫുകൾ നമുക്കറിയില്ല. വഖഫ് ബോർഡിലേക്ക് രജിസ്റ്റർ ചെയ്ത 14,000 രജിസ്റ്റേർഡ് വഖഫുകളിൽ വലിയ നമ്പർ ആണെങ്കിൽ വലിയ നമ്പർ ടോട്ടൽ പറഞ്ഞത് ഈ യൂസർ വഖഫുകളുടെ നമ്പർ അത്യാവശ്യം വലുതുണ്ട്. അതൊക്കെ തന്നെ നമ്മളാണ് ഇപ്പോൾ സംരക്ഷണം കൊടുക്കുന്നത്, വഖഫ് ബോർഡ്. കാരണം എന്താ, ഒരു പരിശോധന നടത്തിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ട് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ട്. അതുവഴിയെങ്കിലും നടന്നു പോകുന്നുണ്ട്, അതും ഇല്ലാണ്ടാവും. അപ്പോൾ യൂസർ വഖഫ് പോകുന്നതോട് കൂടിയിട്ട് വഖഫ് എന്ന യൂസർ വഖഫ് ഇല്ലാതാവുമെന്ന് മാത്രമല്ല, അത് നാട്ടിലെ ഒരു കൊച്ചു സ്ഥലങ്ങളിലൊക്കെ തന്നെ തർക്കങ്ങൾ, ഈ പറഞ്ഞ ഡിവിസീവ് പോളറൈസേഷൻ, മറ്റു ഇഷ്യൂസൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്തെങ്കിലും ഒരു തർക്കം വഖഫുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വഖഫ് ട്രിബ്യൂണലാണ്. വഖഫ് ട്രിബ്യൂണൽ എന്ത് വിധിക്കുന്നു അത് അന്തിമമാണ്, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ജുഡീഷ്യൽ പ്രോസസ്സിന് യോജിച്ചതല്ല. കാരണം വെച്ചാൽ ഇവിടെ റിവ്യൂ സിസ്റ്റം ആണല്ലോ, ജുഡീഷ്യൽ റിവ്യൂ ആണല്ലോ. ഇപ്പോൾ കീഴ്ക്കോടതി വിധിക്കുന്നത് നമുക്ക് ഹൈക്കോടതിയിൽ റിവ്യൂ ചെയ്യാം, ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ റിവ്യൂ ചെയ്യാം, സുപ്രീം കോടതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഭരണഘടനാ ബെഞ്ച് വരെ പോകാം. അങ്ങനെ ഒരു ജുഡീഷ്യൽ റിവ്യൂവിലൂടെ വളരെ നീതിയുക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ള സങ്കല്പമാണല്ലോ നമ്മുടെ ഉള്ളത്. ഇവിടെ അതില്ല. ഇവിടെ വഖഫ് ട്രിബ്യൂണൽ എന്ത് തീരുമാനിക്കുന്നു അത് അന്തിമമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വളരെ ഏകപക്ഷീയമായൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ സിസ്റ്റം തുടരാൻ പറ്റില്ല എന്നുള്ള ഒരു വിമർശനം. അത് ഈ ഭേദഗതി എതിർക്കുന്ന ആളുകൾ പോലും പറയുന്നുണ്ട്, ഇത് ഇങ്ങനത്തെ ഒരു ജുഡീഷ്യൽ റിവ്യൂ സിസ്റ്റം ഇല്ലാത്തൊരു സംവിധാനമാണിത്, അതുകൊണ്ട് ഇത് മാറ്റിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ ട്രിബ്യൂണൽ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഈ ഫ്രാൻസിലെ ഏറ്റവും വലിയ കോടതികളിൽ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അത് അതർ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, ഒരുപാട് ട്രിബ്യൂണൽ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പ്രാപ്യമായ ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ട്രിബ്യൂണൽ. അതിൻ്റെ ഭാഗമായിട്ട് വഖഫ് ട്രിബ്യൂണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു നടപടിക്രമങ്ങൾ വഖഫ് ബോർഡ് പാലിക്കുമ്പോൾ രണ്ടാമത്തതാണ് വഖഫ് ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൽ സിവിൽ കോർട്ടിൻ്റെ എല്ലാ അധികാരവും ഉണ്ട്. ഇതിൽ 90% മാറ്റേഴ്സും ട്രിബ്യൂണലിൽ തന്നെ അവസാനിപ്പിക്കാവുന്ന ഉള്ളൂ. അതുകൊണ്ട് അതിനകത്ത് ഫൈനൽ നീതി. പക്ഷേ അതിനകത്ത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ 226 ഇൻവോക്ക് ചെയ്യുന്നതിനോ അതുപോലെ തന്നെ ട്രിബ്യൂണലിന് എതിരെ ഹൈക്കോടതി റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് നിയമപരമായ തടസ്സമില്ല. സ്ട്രേറ്റ് അവേ അപ്പീൽ ആൻഡ് സെക്കൻഡ് അപ്പീൽ എന്നുള്ളതിന് പകരം റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. സുപ്രീം കോർട്ട് എത്രയോ കേസുകൾ സുപ്രീം കോർട്ട് ബോർഡിൻ്റെ തീരുമാനം, ഹൈക്കോടതി തീരുമാനമൊക്കെ തന്നെ ശരിവെച്ചുകൊണ്ടും ശരിവെക്കാതിരുന്നു കൊണ്ടും വിധികൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിലൊരു യാത്ര ഉണ്ട്. ട്രിബ്യൂണലിൻ്റെ ഉത്തരവിനെ ഈ ആക്ടിൽ പറയുന്ന രൂപത്തിലല്ല അതിൻ്റെ മുകളിലേക്ക് അപ്പെക്സ് ബോർഡിന് മൂവ് ചെയ്യുന്നത്, അത് റിവിഷൻ പെറ്റീഷൻ വഴി മൂവ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ബെഞ്ചുണ്ട്. നമ്മളിപ്പോൾ ദേവസ്വം ബെഞ്ചില്ലേ, ദേവസ്വം ബെഞ്ച് പോലെ വഖഫ് ബെഞ്ചുണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല. ഇതിന് നമ്മളെ മാറ്റേഴ്സിൽ ഇപ്പോൾ വഖഫ് ബെഞ്ചിൽ എന്താ എത്തുന്നത്, ഇവിടുന്ന് തുടങ്ങി വെച്ച വഖഫ് ബോർഡിൽ നിന്ന് തുടങ്ങി വെച്ച ട്രിബ്യൂണലിലൂടെ കയറി ഇറങ്ങിയ ഈ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോർട്ട് ബെഞ്ചിലേക്ക് എത്തുമ്പോൾ ഹൈക്കോർട്ടിൻ്റെ വഖഫ് ബെഞ്ചിലാണ് കേൾക്കുന്നത്. അതിനെതിരെ ഫൈനൽ കോർട്ടിലേക്ക് പോവാം. ഈ വ്യവസ്ഥ ഒക്കെ നിലനിൽക്കുമ്പോൾ നിയമപരമായ കൃത്യമായ വഴി യഥാവിധി അതിന് ഉണ്ട്. അതിനെ ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അതും തടയേണ്ടതില്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ്. പിന്നെ വേറൊന്ന് പറയുന്നത് 2 സ്ത്രീകൾ വേണമെന്ന് പറയുന്നത്. 2 സ്ത്രീകൾ ഇവിടുത്തെ കേരള വഖഫ് ബോർഡിന് ഞാൻ ക്ഷണിക്കുകയാണ്. 2 പ്രിയപ്പെട്ട സഹോദരിമാരെ ഞങ്ങളെ കാണിച്ചു തരാം. അപ്പം നിലവിലുള്ള ആക്ടിൽ
2 സ്ത്രീകൾ വേണം. ആ 2 സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഇങ്ങനെ പുതിയതൊരു അതിനൊന്നും ഒരു റീവർക്ക് ചെയ്ത് വീണ്ടും പറയേണ്ടതല്ല. അപ്പം എന്താ ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് അവതരിപ്പിച്ച് സ്ത്രീ പ്രാതിനിധ്യം പറയുന്നു. ഫൈനൽ എന്ന് പറയുന്നതിന് ഇതിന് മനുഷ്യൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുന്നതാണ്. അപ്പം ജുഡീഷ്യലിൻ്റെ ഹയർ പ്രോസസ്സിലേക്ക് പോകാൻ വഴിയില്ല എന്ന് പറയുന്നു. കളക്ടറാണെങ്കിൽ കൃത്യമായി കാര്യം നടപടി നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം വഴി ക്ലിയർ ആക്കാൻ കഴിയും. വഖഫ് ബോർഡാണെങ്കിൽ സംശയത്തിൻ്റെ നേരിൽ നിർത്തിയിട്ട് അതിനകത്ത് 2 ഡിക്റ്റേറ്റീവായിട്ടുള്ള നോൺ മുസ്ലിമിന് പറഞ്ഞേക്കാം എന്നൊക്കെ പറയുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം ആയിരിക്കണം, വഖഫ് ബോർഡ് ചെയർമാൻ മുസ്ലിം ആയിരിക്കണം, വഖഫ് ബോർഡ് അംഗങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം. ഇങ്ങനെയൊക്കെ വ്യവസ്ഥ ചെയ്യുന്നത് വഴി അത് എത്ര പഴക്കമുള്ളൊരു ആക്ടിവിറ്റി അല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാടിൽ CEO മുസ്ലിം ആയിരിക്കണം, വഖഫ് ബോർഡ് ചെയർമാൻ മുസ്ലിം ആയിരിക്കണം, വഖഫ് ബോർഡ് അംഗങ്ങൾ മുസ്ലിം ആയിരിക്കണം, അവരെ തെരഞ്ഞെടുക്കുന്ന MLA-മാരും MP-മാരും ഒക്കെ മുസ്ലിം ആയിരിക്കണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തോ ഒരു കുഴപ്പമുള്ള ഒരു സംഗതിയാണ്. അതെന്ന് വരുത്തി തീർക്കാൻ പറ്റും. ഈ ആക്ടിനകത്ത് പള്ളികളുടെ മേൽനോട്ട ജോലികൾ, ഈ വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ട ജോലികൾ, മുത്തവല്ലിമാർ, സ്ത്രീകളായിട്ട് മുത്തവല്ലിമാരുണ്ട്, മുത്തവല്ലിമാരെ കണ്ടെത്തി ഇത്രയും മേൽനോട്ട ജോലികൾ നിർവഹിക്കുന്ന ചുമതല കൂടി വഖഫ് ബോർഡിനുണ്ട് എന്നത് മറന്നിട്ട് ചില ഈ കോസി ജുഡീഷ്യൽ ചില തീരുമാനം മാത്രമേ വഖഫ് ബോർഡിനുള്ളൂ എന്ന് പ്രചരിപ്പിക്കുമ്പോഴാണ് അവിടെ ആര് മുസ്ലിം മാത്രം വേണ്ട എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ അധികാരങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരാൾ പോലും ഇതിനകത്ത് നോൺ മുസ്ലിം വേണമെന്ന് പറയില്ല. കാരണം അതിൻ്റെ അധികാര നിർവഹണ സ്വഭാവത്തിൽ പലപ്പോഴും ഈ റിലീജിയസ് എൻഡോവ്മെൻറ്റുമായി ബന്ധപ്പെട്ട മുസ്ലിം റിലീജിയസ് എൻഡോവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വാക്കിഫ്, ചിലപ്പോൾ ഓത്ത്, റാത്തീബ്, മദ്രസാധ്യാപകരെ സംരക്ഷിക്കൽ, ഖബർസ്ഥാൻ സംരക്ഷിക്കൽ, മറ്റ് പള്ളിയിൽ കർമാദികൾ, ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ കണ്ടീഷൻസൊക്കെ പാലിക്കുന്നത് നോക്കണ്ടേ? അപ്പം എന്ത് ശ്രമകരമായ മതത്തിനകത്ത് നിഷ്കർഷിക്കുന്ന കുറേ കാര്യങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചുകൊണ്ട് അത് ഈ വഖഫ് ആധാരത്തിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ സ്വാഭാവികമായും പഴയ കണ്ടെത്തലുകൾ മുസ്ലിം മാത്രം മതി എന്നല്ലേ ശരി. കൺസിഡർ ദ ടോട്ടൽ എക്സൈസ് ഓഫ് ദ വഖഫ് ബോർഡ് ഞാൻ പറയുന്നില്ല. ഒരു പോർഷൻ എടുത്ത് ഒരിക്കലും പറയാൻ പാടില്ല, ടോട്ടൽ ഫംഗ്ഷൻ എടുക്കണം. ഞാൻ വേറെ അവസാനമായിട്ട് ഈ കേരള വഖഫ് ബോർഡിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രാജ്യത്തുള്ള മറ്റു വഖഫ് ബോർഡുകളുമായിട്ട് അതെ ഈ മറ്റു വഖഫ് ബോർഡുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറെ കൂടെ ബെറ്റർ പെർഫോംഡ് ആയിട്ടുള്ള വഖഫ് ബോർഡാണ് കേരളത്തിലെന്ന് നമുക്ക് പറയാം. അത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് പോലും ഈ വഖഫിലെ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള നടപടികൾ വൈകിയത്, വഖഫായ ഭൂമി കണ്ടെത്തി രജിസ്റ്റർ ചെയ്യാൻ വൈകിയത്, ഇങ്ങനെയുള്ള ഒരുപാട് പരാതികൾ ഇവിടെ തന്നെ ഉണ്ട്. പലതും വഖഫായ ഭൂമി കൈമോശം വന്നു പോയി എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട്. അത് കണ്ടെത്താനുള്ള സർവേ നേരത്തെ തീരുമാനിച്ചത് വേണ്ട സമയത്ത് നടക്കാത്ത പ്രശ്നമുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഈ പരാതികളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ വഖഫ് ബോർഡ് മറ്റ് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുമായിട്ട് താരതമ്യം ബെറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വഖഫ് ബോർഡാണെന്ന് വിചാരിക്കും. ഈ പുതിയ നിയമം വരുന്നതോടുകൂടെ കേരളത്തിലും നമ്മൾ ഇപ്പോൾ മറ്റ് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നതിന് സമാനമായ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ വഴിവെക്കുമോ? കേരളത്തിലും വഴിവെക്കുമോ? ഇതിനകത്ത് വഖഫ് വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടിപ്പോൾ ഒരു കേരളത്തിനകത്ത് പ്രത്യേകിച്ച് ഈ സാമുദായിക സംഘർഷങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഉള്ള കേസുകൾ റിപ്പോർട്ടഡ് അല്ല. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ പഴയ കാലത്ത് വഖഫ് പലതും ചെയ്തത് 2013 മുൻപേ വഖഫ് വസ്തു പ്രത്യേക കാരണം കാണിച്ചുകൊണ്ട് മറ്റൊരു വഖഫ് വസ്തു നല്ലത് വാങ്ങാൻ വേണ്ടി എന്നുള്ള ഇതിലൊക്കെ വിൽപ്പന സാധ്യമല്ല. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു പ്ലോട്ട് ഒരു ലാൻഡ് ലോക്കഡാണ്, വഴിയില്ല, ഒന്നുമില്ല. ഒരു ഖബർസ്ഥാൻ്റെ അടുത്ത് ഒരു നല്ല സ്ഥലം കിട്ടാണ്ട് ഒരു 50 സെൻറ്റ് ഒരു പക്ഷേ ഇത് വിറ്റ് അത് വാങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പല ഈ അസോസിയേഷനും ട്രസ്റ്റൊക്കെ ഈ പർപ്പസൊക്കെ മുസ്ലിം പർപ്പസ് പറയേണ്ട, പക്ഷെ ട്രസ്റ്റ് ആയിരിക്കില്ല. പിന്നെ കുറേ ഫാമിലികൾ വാക്കാൽ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു.
1964 പ്രാബല്യത്തിൽ ലാൻഡ് റിഫോംസ് ആക്ട് വരുമ്പോൾ ആ ഡേറ്റിന് മുമ്പുള്ള എല്ലാ പാട്ടക്കാർക്കും അവകാശമുണ്ട്. അപ്പോൾ കുടിയിരിപ്പ് എന്നത് ഒരു ലാർജർ എക്സ്റ്റൻ്റ് ആണ്. കുടിക്കിടപ്പ് എന്ന് പറയുന്നത്, കുടികിടപ്പ് ലാർജർ എക്സ്റ്റൻ്റും കുടിയിരിപ്പ് വീടിരിക്കുന്നതാണ്. വീടിരിക്കുന്ന പ്ലോട്ടാണ് കുടിയിരിപ്പ്. കൃഷിയിടം കൂടി കിടപ്പ്. അപ്പൊ ഇത് കിടപ്പും കുടിയിരിപ്പും എന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ പലരും ഇത് ചില നമ്മളെ ഭൂമിയല്ലേ എന്ന രൂപത്തിലൊക്കെ തന്നെ വഖഫ് ചെയ്ത തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി പരിശോധിച്ചിട്ട് ബോർഡ് പരിശോധിച്ചിട്ട് അത് പട്ടയവുമായി ബന്ധപ്പെട്ട കേസുകൾ ലാൻഡ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെയും വകുപ്പുകളുണ്ട്. അപ്പോൾ ഈ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഇഷ്യൂസൊക്കെ മാത്രമല്ല മറ്റേ ലാൻഡ് ട്രിബ്യൂണലിലും വഖഫ് ഭൂമി സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ പോവാം. വഖഫ് ട്രിബ്യൂണൽ മാത്രമേ ഉള്ളൂ, അവിടെ തീരും എന്ന് പറയുന്നത് എവിടെയും പോവാം. ഇതിനകത്ത് മറ്റേ മുത്തവല്ലി സംബന്ധിച്ച് മറ്റു തർക്കങ്ങളുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആണെങ്കിൽ അവിടെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. പല വിഷയങ്ങൾ പലതും ഉണ്ട്. ഇപ്പോൾ സർവീസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ സർവീസ് മാറ്ററാണെങ്കിൽ സിവിൽ കോർട്ട് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഇതിന് ഡീറ്റെയിൽഡ് എൻക്വയറി ചെയ്യും. അതും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം വളരെ ഡീറ്റെയിൽഡായിട്ട് എൻക്വയറി നടത്തിക്കൊണ്ട് തെളിവെടുത്ത് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ സിവിൽ കോടതിക്ക് അധികാരമുണ്ടെന്നുള്ള സംഭവമുണ്ട്. ഒരു മാറ്റർ ഇൻവോൾവ് ദ ലെങ്തി ഓഫ് എവിഡൻസ് ആണെങ്കിൽ അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം അവകാശം എല്ലായിടത്തും ഉണ്ടെന്ന് തർക്കമില്ല. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഈ പട്ടയവുമായി ബന്ധപ്പെട്ടും അവകാശം ബന്ധപ്പെട്ടിട്ടും കുറേ ആൾക്കാർ കൈവശത്തിൽ ഭൂമി ഇരിക്കുന്നുണ്ട്. ഈ കൈവശത്തിൽ ഭൂമി ഇരുന്ന പഴയ കാലത്ത് ലാൻഡ് ഹോൾഡിങ് വലുതായിരുന്നു. ഒരാളെ കയ്യിൽ ഒരു 5 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ ആ 5 ഏക്കർ പിടിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ കാലം അങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഇതൊക്കെ സ്മോൾ ഹോൾഡിംഗ് ആയിട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒക്കെ വീടുകളായി, ചെറിയ വീടുകളാണ്. ഈ 5 സെന്റ് 6 സെന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ വിഷയങ്ങൾ അവരൊക്കെ തന്നെ നമ്മളെ നോട്ടീസ് കിട്ടുമ്പോൾ പരമാവധി അവർക്ക് എടുക്കാവുന്ന മാക്സിമം അവൈലബിൾ ഡിഫൻസ് എടുക്കുന്നു, അത് കേൾക്കുന്നു. അത് തന്നെയാണ് വൈകാനുള്ള കാരണം എന്ന് പറഞ്ഞ നീതി നമ്മൾ വളരെ ശക്തമായിട്ട് കൊടുക്കുന്നതാണ്. ഈ കാലദൈർഘ്യത്തിൻ്റെ കൂടെ അല്ല നമ്മൾ ഇന്ന് 1, 2, 3 വെച്ചിട്ട് ഒഴിവാക്കല്ല, അത് മാനുഷിക പരിഗണന വെച്ചിട്ട് അവർക്ക് എത്ര മാക്സിമം ഡിഫൻസ് എടുക്കാൻ പറ്റും കൊടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത്. പിന്നെ സർവേ ഒരു 151/1 ആയിരിക്കും ചിലപ്പോൾ വഖഫ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ അന്വേഷിച്ചെന്നാൽ 152 കണ്ടെത്താൻ കഴിയില്ല. അപ്പോഴും പ്രശ്നമായി. അപ്പോൾ കോംപ്ലിക്കേഷൻസ് കുറേ ഉണ്ട് ഇത് റിക്കവറിയുടെ കാര്യത്തിൽ. അത് ഒരുപാട് അവകാശങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ അവകാശങ്ങളും കൂടി മിക്സ് ചെയ്ത് കിടക്കുന്നുള്ളതാണ്. ഞാൻ ചോദിച്ചത് പറയാനുള്ള സാധനം നേരത്തെ പറഞ്ഞ റെയിൽവേ ഡിഫൻസിന്റെ കാര്യം ചോദിക്കും. അതെ വലിയ ജന്മിയാണ്. ഏറ്റവും വലിയ ജന്മിയാണ്. അതായത് ആർമി, റെയിൽവേ, അതെ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഭൂഹോൾഡിംഗ് ഉള്ള ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് വഖഫാണ്, വഖഫ് ബോർഡുകളാണ്. ഇതാണ് ഭയങ്കര അത് മാത്രമല്ല, അതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ നഗരങ്ങളുടെയും ഹൃദയത്തിൽ നിൽക്കുന്ന ഭൂമി കൈവശം വെച്ചിരിക്കുന്ന മുംബൈ, മുകേഷ് അംബാനി വീട് വെച്ചിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്ന് പറഞ്ഞ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അഹമ്മദാബാദ് നഗരം എടുത്തു കഴിഞ്ഞാൽ അഹമ്മദാബാദ് നഗരത്തിന്റെ കണ്ണായ സ്ഥലങ്ങളിലൊക്കെ വഖഫ് ചെയ്ത ഭൂമിയുണ്ട്. ഹൈദരാബാദ് എടുത്താൽ അവിടെ വഖഫ് ചെയ്ത ഭൂമിയുണ്ട്. നമ്മളിവിടെ എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ ഉപനഗരമായ ആലുവ എടുത്ത് നോക്കൂ, ആലുവയുടെ ഹൃദയഭൂമി വഖഫ് ചെയ്ത ഭൂമി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില്ലറ കളിയല്ല. ലാൻഡ് ഹോൾഡിംഗ് മാത്രമല്ല, കണ്ണായ സ്ഥലത്ത് മുഴുവൻ വഖഫ് ചെയ്ത ഭൂമിയുണ്ട്. അതിങ്ങനെ വഖഫ് സ്വത്തായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര. അപ്പൊ അതിനകത്ത് അതിനകത്ത് വേറൊരു സംഭവിച്ചാല് ഇപ്പോൾ ഈ വഖഫ് സ്വത്തായിട്ട് ഇതേമാതിരി ടൗണുകളിലൊക്കെ സ്ഥലങ്ങൾ അതിന് വാല്യൂ കൂടിയിട്ടുണ്ട്. അതാത് മുത്തവല്ലിമാരുടെ കൈവശത്തിലും അധീനതയിലും എന്നുള്ള ആരും മനസ്സിലാക്കുന്നില്ല. ബോംബെയിലുള്ള വസ്തു ആ ബോംബെയിലുള്ള ഒരു ഫാമിലി കൊടുത്ത ഒരു മുത്തവല്ലിയുടെ കൈവശത്തിലായിരിക്കും. അവിടെ അയാളും അവിടുത്തെ ബോംബെയിലുള്ള നേരത്തെ പറഞ്ഞ ബിൽഡിങ്ങും തമ്മിൽ കേസായിരിക്കാം. ബോംബെ തന്നെ മറ്റൊരു നഗരത്തിൻ്റെ വേറെ പ്രദേശത്ത് വന്നാൽ അതൊരു പള്ളിയുടെ അധീനതയിലുള്ള സ്ഥലമായിരിക്കാം. ഇങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ
ഇനി കേരളത്തിൽ എടുത്തു നോക്കുക, ഒരു പഞ്ചായത്തിൽ എത്ര പള്ളി കാണും? താലൂക്കിലെടുത്ത് മുഴുവൻ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ്, വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ഭൂമിയാണ്. പള്ളിയില്ലേ, ഈ പള്ളിയുടെ കെട്ടിടവും പള്ളിയുടെ ഈ എന്താ പറയുക ക്രമേഷന് ഉപയോഗിക്കുന്ന ഖബർസ്ഥാനും അതിൻ്റെ മദ്രസ തുടങ്ങിയ സ്ഥലങ്ങളടക്കം എല്ലാം പരിശോധിച്ചിട്ടാണ് ഏറ്റവും വലിയ ജന്മിയ നബി പറയുന്നത്. അതായത് ആരാധനകളുടെ അളവ് കൊടുത്തിട്ടേ പറയുന്നത്. തെറ്റല്ലേ? ഇതൊക്കെ പറയാൻ പാടുണ്ടോ? മറ്റുള്ള വസ്തുക്കളെ സംബന്ധിച്ച് പറയാം. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഭൂമി മുഴുവൻ അളവെടുത്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജന്മി ദേവസ്വം ബോർഡെന്ന് പറയാൻ പാടുണ്ടോ? ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ ഭൂമിയുടെ അളവെടുത്തിട്ട് ഈ ഭൂമി ഇൻറ്റു 10,000 ചർച്ച് ഇൻറ്റു ഇത്ര ഏക്കർ ഭൂമി തന്നെ എത്ര, ഇത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ റെയിൽവേയുടെയും ഡിഫൻസിന്റെ ഒപ്പെത്താൻ കാരണം ക്ലാരിറ്റി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ മുംബൈയിൽ വഖഫ് ചെയ്തൊരു ഭൂമി ഉണ്ടെങ്കിൽ അത് ആ മുതവല്ലിയുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ആർക്കാണോ വഖഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതൊരു പള്ളി സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് വഖഫ് ചെയ്താണെങ്കിൽ ആ പള്ളി ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവർ ആ മഹല്ല് കമ്മിറ്റിയുടെ പേരിലായിരിക്കും ചിലപ്പോൾ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒരു പള്ളി സ്ഥാപിക്കാനോ മദ്രസ സ്ഥാപിക്കാനോ ഖബർസ്ഥാൻ സ്ഥാപിക്കാനോ ആയിട്ടാണ് വഖഫ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ആരാണോ അതിന്റെ നടത്തിപ്പേർ അവരുടെ പേരിലായിരിക്കും ആ ഭൂമി ഡോക്യുമെന്റ് ഉണ്ടാവും. അവര് ചിലപ്പോ അല്ലാതെ ഈ കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ പേരിലല്ല ആ ഡോക്യുമെന്റ്. അല്ല, ഇതൊക്കെ വഖഫ് ബോർഡ് വലിയ ജന്മിയാണെന്ന രൂപത്തിൽ പറയുമ്പോഴാണ് ആൾക്കാർക്ക് തോന്നുന്നത് ഇത്ര വലിയ ജന്മിയാണെങ്കിൽ ഇന്ന ആൾക്കാരെ കൂടെ ഉണ്ട് പറഞ്ഞേക്കാന്ന് തോന്നുന്നത്. ഇതൊരു ഒരു 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 വലിയൊരു ജന്മിയുടെ കൂടെ നിൽക്കുന്ന പോലെ ഫീലിങ്ങിലാണ് ഇപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ നോക്കുന്നത്. സത്യത്തിൽ വഖഫ് ബോർഡിന്റെ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ കയ്യിൽ ഈ ടേക്ക് ഓവർ എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. തർക്കം വന്നാൽ ടേക്ക് ഓവർ ചെയ്യുന്നു പ്രോപ്പർട്ടി, കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ഒരു മുത്തവല്ലിനെ കണ്ടെത്തി നമ്മൾ കൊടുക്കും. പിന്നെ ആകെപ്പാടെ ഞങ്ങൾ ഓഫീസ് വാടക കെട്ടിലാണ്, പിന്നെ എറണാകുളത്തൊരു ഓഫീസും ഇതാണ് വഖഫ് ബോർഡിന്റെ സ്വത്തായിട്ടുള്ളൂ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പ്രചരണം? ഏറ്റവും വലിയ ജന്മിയാണ് വഖഫ് ബോർഡ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത് വഖഫ് ബോർഡിനെ പൊതുജന മധ്യത്തിൽ ശത്രുവായി കാണുന്നതിനും ഒരു ജന്മിയായി കാണുന്ന ശത്രുവല്ലേ? ഒരു സാധാരണക്കാരനായി നടക്കുന്ന എന്നെ വലിയൊരു കോടീശ്വരനാക്കിയ ശത്രുതയാണത്. എന്നെ അടിക്കുന്നതിന് തുല്യമാണ് എന്നെ അനാവശ്യമായി കോടീശ്വരൻ. അതിനകത്തുള്ളൊരു കാര്യം, ഇപ്പൊ വഖഫ് ബോർഡാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ ലാൻഡ് ലോഡ് എന്ന് പറയുകയും അവരുടെ കീഴിൽ ഇതേപോലെ വലിയ വാല്യൂ ഉള്ള ഭൂമി ഇങ്ങനെ അവർ കൈവശം വെച്ചിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ വഖഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ സൊസൈറ്റി എന്ന് പറയുന്നത് അത്രത്തോളം സമ്പന്നരും സമ്പത്താർജിച്ചിട്ടുള്ളവരുമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക എന്ന താല്പര്യം കൂടെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും, കാരണം സാമ്പത്തിക സൗകര്യങ്ങളുള്ള ആൾക്കാരാണ്, ജീവിക്കാനുള്ള ഇഷ്ടം പോലെ ഭൂമിയൊക്കെ ഏകദേശം വാങ്ങിയതിന് ശേഷം ശേഷിപ്പുള്ള ഭൂമി തന്നെ വലുതാണ് എന്ന് കാണിക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇതൊന്നും അങ്ങോട്ടൊന്നും യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ തന്നെ ഓരോ ദൈവികമായ ഒരു കാലഘട്ടങ്ങളുടെ പ്രത്യേകത. ഇപ്പം എന്താ ഇല്ലാത്തത്? ഇപ്പം കഴിഞ്ഞ റീസെന്റ് ഇയേഴ്സ് എടുത്തു നോക്കുക, എവിടെ വഖഫ് ക്രിയേഷൻ തന്നെ ഉണ്ടാവില്ല. എവിടെ വഖഫ് ദേവസ്ഥാനത്തിലേക്ക് ഉള്ള ഭൂമി സമർപ്പിക്കുന്ന ദേവസ്വം ബോർഡിലേക്ക് മറ്റേ ദേവസ്വം സ്വത്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതോ പള്ളിയുടെ ക്രിസ്ത്യൻ പള്ളിയുടെ ചർച്ചിലേക്കോ മുസ്ലിം പള്ളിയിലേക്കോ ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കണം ഇപ്പോഴത്തെ ആൾക്കാർ വളരെ പഴയത് 100 എണ്ണമായിരുന്നെങ്കിൽ ഇന്നൊരു 0.1% ഉള്ളൂ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വസ്തു ഉണ്ടായിരുന്നു, അന്ന് ദൈവത്തിനോടുള്ള സമീപനവും വസ്തു കൈകാര്യം ചെയ്യുകൊണ്ട് ഒരുമിച്ച് നോക്കുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തികളാണ്. അല്ലാണ്ട് ഇപ്പോൾ കിടക്കുന്ന സാധനങ്ങളൊന്നും തന്നെ നമുക്കൊരു വസ്തുവും ആ ടൗണിൽ കിടക്കുന്ന സാധനമൊക്കെ വഖഫ് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ വഖഫ് നോട്ടീസ് അയക്കുന്നു, ഇനി അവരെ കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ, വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. താങ്കളുടെ കയ്യിലുള്ള വീട് ഞാൻ ഇപ്പുറത്ത് നിന്ന് വഖഫ് ബോർഡ് നോട്ടീസ് അയക്കുകയാണ്, ഇങ്ങനെ വഖഫാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടീസ് ചിന്തിക്കളയാന്നല്ല. ഒന്നാമതാണ് അയക്കാൻ പാടില്ല, അത് അയക്കില്ല. അപ്പം അങ്ങനെ ഒരു അനാർക്കി ഉണ്ടാകുമ്പോഴെല്ലാം സംഭവിക്കുള്ളൂ. ഒരു ലോ ഒബൈഡിങ് സിറ്റിസൺ ആണ് വഖഫ് ബോർഡ്, അല്ലേ? വഖഫ് ബോർഡ് ഒരു എൻറ്റിറ്റി, ഒരു സിറ്റിസൺ സ്വഭാവം ചെയ്യുന്നുണ്ട്. അത് ലോ ഒബൈഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്
ഒരു സാധനം അങ്ങനെ കൈകാര്യം ചെയ്താൽ ഒരു കേസേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടെ ചെയ്താൽ ഇതേ രൂപത്തിൽ ജനങ്ങൾക്ക് മറുപടി പറയാനും തിരുത്താനും ബോർഡ് ഇല്ലാതാക്കാനും അധികാരം കിട്ടും. അങ്ങനെ സംഭവം ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ അവസാനം ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ ഭരണഘടനയുടെ വിവിധ വ്യവസ്ഥകളുടെ ലംഘനം ഒരുപക്ഷെ ഈ പറയുന്ന പുതിയ നിയമ ഭേദഗതി പ്രാബല്യത്തിലായാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, അതായത് വിവിധ മത വിശ്വാസധാരകളിലുള്ളവർക്ക് അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിന്, അവരുടെ വിശ്വാസത്തിനനുസരിച്ച് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. അതിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് ഇതിനെ നമുക്ക് കാണാം. രണ്ടാമത്തെ കാര്യം, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ച് സ്പെഷ്യലായിട്ടുള്ള ചില പ്രൊവിഷൻസ് ഭരണഘടനയിലുണ്ട്. അവർക്ക് അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങാനും അത് അഡ്മിനിസ്റ്റർ ചെയ്യാനും ഉള്ള അധികാരം ഭരണഘടന സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പോലും സുപ്രധാനമായ വിധികളുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്താൻ, ഇത് പാസ്സാക്കിയെടുത്താൽ ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കേരള സംസ്ഥാന വഖഫ് ബോർഡ് ഇതൊരു നിയമമാവുകയാണെങ്കിൽ അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ആദ്യ സ്റ്റെപ്പ് നൽകി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞ ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡർ ആണല്ലോ വഖഫ് ബോർഡ്. ആ മേജർ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലക്ക് JPC ഒന്ന് ഓപ്പൺ അപ്പ് ആവണം. JPCക്ക് വേറെ ഗൂഢലക്ഷ്യമൊന്നും പാടില്ല. JPC തുറന്ന മനസ്സോട് കൂടിയിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സമീപിക്കണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ എല്ലാ പോയിന്റും വെച്ചിട്ട് കൃത്യമായി ഒരു വൈരാഗ്യം കൂടാതെ, ഇതിനകത്ത് വേറെ പൊളിറ്റിക്കൽ സീനിലേക്കൊന്നും ബോർഡ് പോകുന്നില്ല. ബോർഡ് വളരെ കൃത്യമായ ഭേദഗതികൾ എന്താണ് കാലികമായ ആവശ്യത്തിനോട്, അപ്പം അതിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ വാലിഡ് എന്ന് എഴുതും നമ്മൾ. അല്ലാണ്ട് എല്ലാം തെറ്റെന്ന് പറയാൻ പാടില്ലല്ലോ. കാരണം ശരിയായിട്ട് അംഗീകരിക്കണം. അപ്പോൾ നമ്മളത് നോക്കി തീരുമാനമെടുത്ത് കൃത്യമായി നമ്മൾ JPC മുമ്പാകെ കൊടുക്കുന്നുണ്ട്. JPC കേരളത്തിലേക്ക് ഒക്കെ വരണമെന്ന ഞങ്ങളുടെ അഭിപ്രായം. സ്റ്റേറ്റ് ബോർഡിനെ മൊത്തം ഇൻവൈറ്റ് ചെയ്യണമെന്നുള്ള അഭിപ്രായം. അങ്ങനെ വന്നാൽ കുറച്ച് മുത്തവല്ലിമാരെ കൂടി ഞങ്ങൾ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടുത്തെ വർക്കിൻ്റെ സ്വഭാവം കാണിച്ചു കൊടുക്കാം. ഈ പറഞ്ഞ എൻക്രോച്ച്മെൻറ്റിൻ്റെ നോട്ടീസ് അയച്ചുള്ള എത്ര ഫയലിലാന്നുള്ളത് കാണിച്ചാൽ കൊടുക്കാം. ഒരു വിരോധമില്ല. അപ്പം ഇവിടെ വന്ന് പരിശോധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനം, അപ്പോൾ JPCയുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷനും JPCയുടെ തെളിവെടുപ്പുകളും അവരെ മറ്റ് ശേഖരങ്ങളിലേക്ക് ഞങ്ങൾ ഒന്നും കൂടി ഇടപെടാനും കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ആഗ്രഹം, അതുവഴി ബില്ല് പിൻവലിക്കും എന്നതാണ് പ്രതീക്ഷ. മറ്റ് സ്റ്റേറ്റ് വഖഫ് ബോർഡുകളുമായിട്ട് ആശയവിനിമയം നടത്തും. അവരും അങ്ങനെ ആശയവിനിമയം നടത്താനുള്ളൊരു പദ്ധതി ഉണ്ട്. അവരും അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും മീറ്റിംഗ് വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. പിന്നെ ആക്ട് വന്നതിന് ശേഷമാണ് അതിൻ്റെ ലീഗൽ ഓപ്പറേഷണൽ ഡിഫിക്കൽറ്റി വരുമ്പോൾ, ലീഗൽ ഓപ്പറേഷണൽ ഡിഫിക്കൽറ്റി ടു ദ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഈ നമ്മളെ സ്ഥാപനത്തിൽ നിയമപരമായ ഒരു തടസ്സം സംഭവിക്കുമ്പോൾ ആ തടസ്സം നീക്കാൻ ആഫ്റ്റർ ആക്ടിൽ പറയാം. നമുക്ക് അറിയില്ല ഒരു ആക്ടിൽ എന്ത് സംഭവിക്കാന്ന്. ചിലപ്പോൾ ഭേദഗതി മുഴുവൻ തള്ളിയിട്ട് വേറെ എന്തെങ്കിലും കൊടുത്താലോ. അപ്പോൾ നമ്മളൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. ബിൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷൻ സ്റ്റേജ്. ഒരിക്കലും നമ്മളതിനെ ആക്ട് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അത് പിന്നീട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കഥകൾ. എന്തായാലും ഈ പറയുന്ന ഒരു എന്താ പറയുക, ഈ നിയമ ഭേദഗതിക്കുള്ളൊരു ശ്രമം അത് അത്ര പോസിറ്റീവായി ഈ ഡ്രാഫ്റ്റ് ബില്ലിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ ചില നിലവിലുള്ള സംവിധാനത്തിനെ വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനാണ് അതിന് എന്ത് കൊടുക്കേണ്ടത്, ചക്രങ്ങൾ ഘടിപ്പിക്കേണ്ടത്. ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നതിന് 2 ചക്രത്തിൻ്റെ ആവശ്യം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ 2 ചക്രം ഉള്ളിലേക്ക് കൊടുക്കാം. പക്ഷെ ഉള്ള ചക്രങ്ങൾ പാടെ നീക്കം ചെയ്തിട്ട് ഇനി നിങ്ങൾ നീങ്ങിക്കോ എന്ന് പറഞ്ഞ വണ്ടി നീങ്ങില്ല, ബോർഡ് നീങ്ങില്ല. അപ്പോൾ ശക്തിപ്പെടുത്തണമെന്ന് നമ്മൾ പറയണം. അമെൻമെൻ്റ് തന്നെ ആയിരിക്കണം. അത് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഈ വഖഫ് ബോർഡിൻ്റെ കാര്യങ്ങളിലേക്കുള്ള പുതിയ തിയറി ആയിരിക്കണം. ഇതിൻ്റെ അടിസ്ഥാന തത്വം കളയാതെ പുതിയതായിട്ടുള്ള ആശയങ്ങൾ എന്തെങ്കിലും ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഡാറ്റാസ് പ്രസിദ്ധീകരിക്കുന്നു, ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുന്നു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് നമ്മൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത്. പക്ഷെ അതും ചോദിക്കുന്നില്ല, ഇതും ചോദിക്കുന്നില്ല.
ഏതേലും ചോദിച്ചാലേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ചോദ്യം താങ്കൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ JPC കുറെ കൂടെ കാര്യക്ഷമമായി ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. അതുവഴി നമ്മൾ എല്ലാ തർക്കങ്ങളും അവസാനിക്കേണ്ടത്. താങ്ക് യു വെരി മച്ച്.